ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 48 റിവ്യൂ. എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുന്ന ആദില പിന്നെയും എക്സ്പോസ് ആവുന്നു. ഡബിൾ സ്റ്റാൻഡ് അല്ല, ട്രിപ്പിൾ സ്റ്റാൻഡ് അങ്ങനെ അങ്ങ് പോകുന്നു. 2 ദിവസം മുമ്പ് ഷാനവാസിന്റെ കൂടെയായിരുന്നു, ഇന്നലെ നെവിന്റെ കൂടെയും, രാത്രിയായപ്പോഴത്തേക്കും വീണ്ടും ഷാനവാസിന്റെ കൂടെ. ഈ നിലപാടില്ലായ്മ പ്രേക്ഷകരുടെ ഇടയിൽ ആദിലയ്ക്കുള്ള പ്രീതി നഷ്ടമാക്കി. നെവിനോടുള്ള വ്യക്തിവിരോധം മൂലം ഈ വിഷയം ആദ്യമായി പുറത്തേക്കിട്ടത് ആദില. ഷാനവാസ് മുമ്പ് തന്നെ പലരോടും പറഞ്ഞിട്ടുള്ള കാര്യം ബൂസ്റ്റ് ചെയ്ത് അത് പുറത്തേക്കിട്ടതും ആദിലയാണ്. ആ ആദില രാവിലെ സോറി പറയുന്നുണ്ട് നെവിനോട് ആ വിഷയം എടുത്തിട്ടതിന്. കഴിഞ്ഞ ദിവസം വരെ ഷാനവാസിന്റെ കൂടെ നിന്ന ആദില റിയാസ് വന്നപ്പോൾ മുതൽ നെവിന്റെ ഒപ്പം ചേർന്നു. ടാസ്കിന്റെ പേരിൽ ഷാനവാസിനെതിരെ നിന്ന് കളിച്ചു. നെവിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല സോറി പറഞ്ഞത്, താൻ എടുത്ത വിഷയമാണല്ലോ. ലാലേട്ടൻ വരുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ. ജയിൽ ടാസ്കിൽ രണയെ കൂടാതെ മറ്റൊരാളെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ കൂടുതൽ പേര് തിരഞ്ഞെടുത്തത് ഷാനവാസിനെയാണ്. ഹോട്ടൽ ടാസ്ക് നശിപ്പിച്ചുവെന്ന്. അത് ഷാനവാസ് ഒന്നും നശിപ്പിച്ചിട്ടില്ല. അതിനുള്ള മറുപടി ഷാനവാസ് തന്നെ പറയുന്നുണ്ടായിരുന്നു. 2 ദിവസം ഞാൻ കഷ്ടപ്പെട്ട് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടാണ് എനിക്ക് സ്റ്റാർ കിട്ടിയത്. 3-ാം ദിവസം ഗസ്റ്റ് ടാസ്കിൽ നിന്ന് മാറിയത് ഗസ്റ്റ് തന്നെയാണ്. ഒരു തൊഴിലാളിയും അടിമകളല്ല, ഞാൻ തൊഴിലാളിയായിട്ട് തന്നെയാണ് അവിടെ നിന്നത്. അങ്ങനെ തന്നെയാണ് പെരുമാറിയതെന്ന് ഷാനവാസ്. ആദില വന്നിട്ട് പറഞ്ഞു, ഷാനവാസും നെവിനും തമ്മിലുള്ള പ്രശ്നത്തിൽ ഷാനവാസ് ജെനുവിനായിട്ട് എനിക്ക് തോന്നി. നെവിനോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെവിൻ LGBTQ ഉള്ള ആളായതുകൊണ്ട് നെവിൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ ക്രൂശിക്കുമെന്ന്. പക്ഷെ നെവിൻ അതിൽപ്പെട്ട ആളല്ല. സ്ത്രൈണതയുള്ള പുരുഷന്മാരെയാണ് നെവിൻ പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് സോറി എന്ന് ആദില നെവിന്റെ കാര്യം ആദ്യം എടുത്തു പറഞ്ഞതിൽ. ഇത് പച്ചക്കള്ളമാണെന്ന് ഏത് പ്രേക്ഷകർക്കാണ് മനസ്സിലാകാത്തത്? നെവിനോടുള്ള വ്യക്തിവിരോധം മൂലം തന്നെയാണ് ആദില ആ കാര്യം ആദ്യം എടുത്തിട്ടത് എന്ന് എല്ലാവർക്കും അറിയാം. ഈ ഇഷ്യൂ ആദ്യമായി എടുത്തിട്ടത് ആദിലയാണ്. അതിൽ ഇപ്പോൾ സോറി പറഞ്ഞു, അത് വലിയ കാര്യം. ശരിയാണ്, ആദില തന്നെയാണെന്ന് അനീഷും ഷാനവാസും കൈയടിക്കുന്നു. ആദിലയുടെ മുഖം മൂടി അഴിഞ്ഞു വീണുവെന്ന് അനീഷ്. ബിന്നി തുടരുന്നു, എല്ലാവരും പറയുന്നു വലിയ കുത്തിത്തിരിപ്പുകാരി ഞാനാണെന്ന്, പക്ഷെ ആദിലയാണെന്ന് വലിയ കുത്തിത്തിരിപ്പുകാരിയാണെന്ന് ഞാൻ പറയുന്നുവെന്ന് ബിന്നി. 9 വോട്ടുകളുമായി ജയിൽ നോമിനേഷനിൽ തിരഞ്ഞെടുത്തത് ഷാനവാസാണ്. തന്റെ ഫാം ക്ലിയറാക്കാൻ വേണ്ടി വീണ്ടും ആദില. എനിക്ക് നേരത്തെ തന്നെ നെവിനെതിരെയുള്ള അലിഗേഷൻ അറിയാമായിരുന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലരും പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പലരോടും അത് ചോദിച്ചിട്ടുണ്ട്. ഷാനവാസ് മല്ലിയിൽ ഉള്ള പാത്രം തട്ടിക്കഴിഞ്ഞപ്പോൾ 100 അടക്കമുള്ള പലരും പറഞ്ഞത് പാത്രം നെവിന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയതാണെന്ന്. ഞാൻ അതിന്റെ പേരിൽ നെവിനോട് തട്ടിക്കയറിയപ്പോൾ നെവിൻ പെൺകുട്ടി കാർഡ് എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ആ വൃത്തികെട്ട കാർഡ് എടുക്കുന്നതെന്ന്. ട്രിഗറായി പോയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്ത് വൃത്തികെട്ട കാർഡാണ് ഞാൻ എടുക്കുന്നതെന്ന് നെവിൻ തിരിച്ചു ചോദിച്ചു എന്നോട്. ഇത് പിന്നീടും നെവിൻ ചോദിക്കുമ്പോൾ എന്തെങ്കിലും മറുപടി പറഞ്ഞേ തീരും. അതുകൊണ്ട് ഞാൻ ഷാനവാസിനോട് പോയി ചോദിച്ചു, ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ എന്ന് ഷാനവാസിനോട് കൺസെന്റ് ചോദിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞതെന്ന് ആദില. അതെന്റെ പേഴ്സണൽ കാര്യമാണ്, അത് പറയണ്ട എന്ന് പുള്ളിക്ക് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് ആദില. അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് നൂറയും. ഞാൻ പറഞ്ഞില്ലെങ്കിലും ഷാനവാസ് പറഞ്ഞേനെ എന്ന് ആദില. ശരിക്കും ഷാനവാസിന് ബൂസ്റ്റ് ചെയ്ത് പറയാൻ പറഞ്ഞത് ആദിലയാണെന്ന് ഇത് പ്രേക്ഷകർക്ക് കറക്റ്റായിട്ട് അറിയാം, പ്രേക്ഷകർക്ക് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോൾ ആദില ശരിക്കും നെഗറ്റീവായത്. അക്ബർ പറയുന്നു, 45 വയസ്സുള്ള ബാക്ക് ബേർഡായിട്ടുള്ള ഷാനവാസ് പറയുന്നു, നിങ്ങൾ ഈ വിഷയം പോയിന്റ് ഔട്ട് ചെയ്യുന്ന വ്യത്യാസമുണ്ട്. ഇവനെ സപ്പോർട്ട് ചെയ്ത് ഇവന് വേണ്ട മോറൽ സപ്പോർട്ട് കൊടുക്കേണ്ട ആൾക്കാരാണ് നിങ്ങൾ. അക്ബർ. നെവിൻ പറയുന്നു, ഞാൻ ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളല്ല, സ്ത്രൈണതയുള്ള പുരുഷന്മാരെ റിപ്രസെന്റ് ചെയ്ത് വന്നതാണ്. അവിടെയുള്ള ഓരോ ആൾക്കാരെ പിന്നെ നടന്നെന്ന് നിവിനെ പറ്റി ചോദിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കിയത് ആദില തന്നെയാണ്. അനുമോൾ പറയുന്നു, പ്രവീണിന്റെ കാര്യമൊക്കെ ആദില അനുമോളോട് ചോദിച്ചതായി പറയുന്നുണ്ട്. അതിനെ ഖണ്ഡിക്കാനായിട്ട് ആദിലേക്ക് നോക്കുന്നുണ്ട്. ഷാനവാസിനോടുള്ള ബന്ധത്തിൽ ഞാൻ വിശ്വസിച്ച് പോയത് കൊണ്ട് അതിന്റെ സത്യാവസ്ഥ കൺഫർമേഷൻ ആകുന്നതിന് മുമ്പ് അത് പറയാൻ പാടില്ലായിരുന്നു. അതെന്റെ ഭാഗത്തുള്ള തെറ്റാണ്. തെറ്റുപറ്റിയ ഞാൻ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ആദില പ്രൂവ് ചെയ്യാൻ നോക്കുന്ന ഷാനവാസാണ് ഇതിന്റെ പിന്നിലെന്ന്, അല്ലാതെ താനല്ല ഇതൊക്കെ സ്ക്രൂ ചെയ്യാൻ നോക്കിയതെന്ന്. ഷാനവാസാണ് വിശ്വസിച്ചത്, ശരിക്കും ആദിലയല്ല. ഇതിന്റെ മറുപടി നാളെ പറയാമെന്ന് ഷാനവാസ്. ഇതിൽ ട്വിസ്റ്റ് ഉണ്ടെന്ന് ഷാനവാസ്. ആദില സോറി പറഞ്ഞതിൽ അക്സെപ്റ്റ് ചെയ്യുന്നുവെന്ന് നിവിൻ. ഈ അലിഗേഷൻ നിൽക്കുന്നിടത്തോളം കാലം ആദിലയ്ക്കും ഷാനവാസിനും ഒരു ഉത്തരവാദിത്വമുണ്ട്, അത് മാറുന്നതുവരെ. കാരണം എന്റെ കുടുംബത്തിലുള്ളവരൊക്കെ ഇതിൽ വിഷമിക്കുന്നുണ്ടാവും, അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്ന് ബിന്നി വന്ന് പറയുന്നു. വൃത്തികെട്ട കാർഡ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞത് ആദിലയുടെ മിസ്റ്റേക്കാണ്. ആ മിസ്റ്റേക്ക് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഷാനവാസിന്റെ അടുത്ത് ചെന്ന് കൺസെന്റ് മേടിച്ചത്. ആദിലയുടെ കുറ്റം തന്നെയാണ് എല്ലാം. ഷാനവാസ് കൈയടിക്കുന്നു. ബിന്നി തുടരുന്നു, നിവിനോട് പോയി കൺഫർമേഷൻ എടുക്കണമെന്ന്. മനഃപൂർവ്വം തന്നെ വലിച്ചിട്ട് പൊട്ടിച്ചിരിക്കുന്ന യക്ഷികളാണ് അവരെന്ന് ഷാനവാസ്. ഞങ്ങൾ നിങ്ങളോട് എന്താണ് ചെയ്തതെന്ന് നൂറ. കടലാസ് കൊണ്ട് വിമാനം ഉണ്ടാക്കി കളിക്കുകയായിരുന്നു ക്യാപ്റ്റൻ ടാസ്ക്. ഇതിൽ വിജയിച്ചത് ഒണിയിലാണ്. എന്റെ സ്വന്തം പെങ്ങളമാരെ പോലെയാണ്, എന്റെ ഹൃദയത്തിലാണ് ഞാൻ അവരെ കരുതിയതെന്ന് ഷാനവാസ്. അവരാണ് എന്നെ ചതിച്ചതെന്ന് ഷാനവാസ് പറയുന്നു. ഈ ഇഷ്യൂവിൽ എന്നെ വിളിച്ചടിച്ച് എല്ലാവരും കൂടി എനിക്കെതിരെ തിരിഞ്ഞപ്പോൾ ഞാൻ വ്യക്തിഹത്യ ചെയ്യുന്നു, കള്ളം പറയുന്നു, ഒരാളെ മോശക്കാരനാക്കുന്നു എന്ന അവസ്ഥയിൽ എന്നെ കൊണ്ട് എത്തിച്ചിട്ട് എന്നിട്ട് പതുക്കെ അങ്ങ് ഊരിട്ട് ഇവരുടെ ഭാഗം ക്ലിയർ ആക്കുന്നു. എന്നിട്ട് നെവിന്റെ അടുത്ത് പോയി നെവിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു.
ചോദിക്കുന്നു. അനീഷിനോട് ഷാനവാസ് പറയുന്ന ഈ കാര്യം കറക്റ്റാണെന്ന് പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലാകുന്നു. അടുത്തത് അടുക്കളയിൽ ജിഷിൻ പ്രശ്നമുണ്ടാക്കുന്നു. മീനൊക്കെ മുറിച്ച കൈകൊണ്ട് പയറുകറി ഉണ്ടാക്കി തരാൻ നോക്കുന്നു. ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിച്ചാൽ മതിയെന്ന് അക്ബറും ഒണിയിലും തമ്മിൽ വഴക്കിനിടയിൽ ഞാൻ ഭക്ഷണം കഴിക്കില്ലെന്ന് ജിഷിൻ. അതിന്റെ കുറേ വഴക്കുകൾ. അവസാനം രാത്രിയിൽ ഇതൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യുന്നുണ്ട്. നോൺ വെജ് ഉള്ള ദിവസങ്ങളിൽ വെജിറ്റേറിയന്മാർ അവർ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാമെന്നുള്ള ധാരണയിൽ. നിവിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് നൂറ, ആദിലയുടെ ഭാഗത്തും ഉണ്ടെന്ന് നൂറ. എനിക്ക് അവിടെ പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഫസ്റ്റ് തൊട്ടേ പറയുന്നതാണ് പേഴ്സണൽ ബൗണ്ടറി വെച്ച് നിൽക്കണമെന്ന് നിവിനോട്. ആദിലയോട് ഞാൻ പറഞ്ഞിട്ടില്ല, ചിലർക്ക് റെസ്പെക്ട് കൊടുക്കണമെന്ന്. അവർ തന്നെ നമ്മളെപ്പറ്റി ഇങ്ങനെ പറയുമ്പോൾ സോ ബാഡ്. കരഞ്ഞുകൊണ്ട് നൂറ, അയാൾ എങ്ങനെ എടുത്തതെന്ന് അറിയാം. അയാളെ ബാക്ക് സ്റ്റേപ്പ് ചെയ്യാനല്ല പറഞ്ഞത്, അയാളുടെ കൺസെന്റ് ചോദിച്ചിട്ടാ പറഞ്ഞതെന്ന് നൂറ കരയുന്നു. ആദിലയാണ് കൂടുതൽ നേരം ഷാനവാസിനോട് സംസാരിച്ചതെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് നൂറയ്ക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും ആദിലയാണ് ബൂസ്റ്റ് ചെയ്തതെന്ന്. ആദില ഒന്നും വേണ്ടില്ല, ചിലപ്പോൾ ഇത് നൂറയുടെ വെളുപ്പിക്കലായിരിക്കാം. നൂറ വീണ്ടും പറയുന്നു, ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ് നമുക്ക് ഒരാളെയും പേഴ്സണലായിട്ട് ഒരു പരിധി കൂടുതൽ ഇടപെടാൻ കഴിയില്ല. അയാളെ ഇഷ്ടമില്ലെങ്കിൽ അയാളെ തൊടാനും പാടില്ല. ഞാൻ ഷാനുക്കയുടെ സൈഡാണ് നിൽക്കുന്നത്. ഈ കാര്യത്തിൽ ശരിക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ആദിലയാണ് കൂടുതലും. ബെസൽ ടീമായ ഷാനവാസും നൂറയും പാത്രം കഴുകുന്നുണ്ട് ഒന്നും മിണ്ടാതെ. ഷാനവാസ് ഭക്ഷണം കഴിച്ചോന്നൊക്കെ ജസ്റ്റ് ചോദിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരിടത്ത് ഒന്നും മിണ്ടാതെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒറ്റ ഫ്രെയിം. അത് നല്ലൊരു വ്യൂ ആയിരുന്നു. രാത്രിയിൽ ആദിലയും നൂറയും ഷാനവാസും ഒക്കെ പറഞ്ഞു തീർക്കുന്നുണ്ടായിരുന്നു. 4 മണി വരെ വെഴുക്കുന്നവരെ അടുത്തിരുന്ന അനുമോള് കിടന്ന് ഉറങ്ങുന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഷാനവാസ് അവരോട് പറയുന്നു, നെവിന്റെ കാര്യം ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചത്. ഇത്രയും ദിവസം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു പ്രശ്നം ആക്കി മാറ്റിയിരുന്നോ എന്ന് ഷാനവാസ്. ഇല്ല എന്ന്, ഇക്കാക്കയ്ക്ക് അവന്റെ ഇമേജ് കളയണം എന്നുണ്ടായിരുന്നില്ല എന്ന് ആദില. ഇപ്പോൾ തന്നെ വ്യക്തമാണ് ആദിലയുടെ സംസാരത്തിൽ നിന്ന് ആദിലയാണ് ഇതിന് മുന്നിട്ട് ഇറങ്ങിയെന്ന്. ഇപ്പോൾ ഇക്കാന്നൊക്കെയായി വിളി. ഷാനവാസ് വീണ്ടും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ വായിൽ നിന്ന് വന്ന വാക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ക്രൂശിക്കപ്പെട്ടതെന്ന് ഷാനവാസ്. എന്നാൽ ഇക്കാക്കയ്ക്ക് അന്ന് പറയണ്ടായിരുന്നെന്ന് പറഞ്ഞുകൂടായിരുന്നു എന്ന് നൂറ. നിവിൻ ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് ഒരു വൃത്തികെട്ട കാർഡ് നിങ്ങൾ പ്രയോഗിച്ചുവെന്നും അതെനിക്കറിയണമെന്നും അത് അക്ബറിനോടും അഭിലാഷിനോടും പറയുന്നത് ഞാൻ കേട്ടുവെന്നും അത് നിങ്ങൾ ലോക്കായി പോകുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് നിങ്ങൾ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ അനുവാദം തന്നതെന്ന് ഷാനവാസ്. അവിടെ ഷാനവാസിന്റെ ഒരു ഗെയിമുണ്ട്. ഈ ഗെയിമിനിടയിൽ അവർ വീണ്ടും ഒന്നു ചേർന്നു. ഇനി 3 പേരും കൂടി നിവിനെതിരെ വീണ്ടും. ഇതാണ് ആദിലയുടെ സ്റ്റാൻഡ്. മാറിയും തിരിഞ്ഞും 3 പേര് പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു. പക്ഷേ വീണ്ടും നിവിനെതിരെ കളിക്കാൻ പോകുന്ന ആദിലേക്ക് പണി കിട്ടും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നത് അത് പ്രേക്ഷകർക്ക് ഇഷ്ടമാകുമെന്ന് തോന്നുന്നില്ല. പ്രേക്ഷകരുടെ അഭിപ്രായം ഇവിടെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യൂ.